ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, സ്വീറ്റ് കോൺ, ക്യാപ്സിക്കം. പിന്നെ നമ്മുടെ മെയിൻ താരം ചിക്കൻ സൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ. ഞാനിവിടെ ഒരു പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എടുത്തു വെച്ച ചിക്കനകത്തോട്ട് നമുക്ക് ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കാവേ. ആ സവാള ഒരുപാട് അങ്ങ് തിന്നോ ആവരുത്, എന്നാൽ ഒരുപാട് അങ്ങ് വലിപ്പം ആവരുത്. ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും, ഒരു സ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും, ഒരു കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അങ്ങ് ഒരുപാട് കുത്തൽ വരുന്ന രീതിയിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കൊരു ആ ഒരു ടേസ്റ്റ്, നമുക്ക് ആ ചിക്കൻ്റെ ആ ഒരു ചിക്കൻ സൂപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ കുത്തൽ വരാതിരിക്കുന്നതിന് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അതാണ് ഒരു താല്പര്യം. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനിവിടെ ഇത് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചിക്കൻ ആ വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റാവേ. ചിക്കനും വെള്ളവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഇങ്ങനെ എടുത്ത് വെക്കണം. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ചിക്കനെ നന്നായിട്ടൊന്ന് പൊടിയായിട്ട് ഒന്ന് കൊത്തിയെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാവേ. കോക്കനട്ട് ഓയിൽ ചേർക്കരുത്, റിഫൈൻഡ് ഓയിൽ ചേർക്കണം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാവേ. കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബീൻസ് ചേർക്കാവേ, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അങ്ങനെ വെജിറ്റബിൾസും നമ്മുടെ ചിക്കനും ഒക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് ഒരു സ്പൂൺ കോൺഫ്ലവർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് അതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് കലക്കി മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇത് കലക്കുന്ന സമയത്ത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം യൂസ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ചേർത്ത് അത് ആ ഒരു കട്ട പിടിക്കാത്ത രീതിയിൽ ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അത് എടുക്കാവുന്നതാണ്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനും വെള്ളവും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മിക്സ് അതിനകത്തോട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് ലോ ചെയ്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാവേ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിവിടെ 2 സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് റെഡ് ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കിനകത്തോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ സൂപ്പ് കാണാനും അതേപോലെ ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു സാധനം. വേറൊന്നുമല്ല, 2 മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ സൂപ്പ് കാണാനും അതേപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതും ഈ ഒരു മുട്ടയ്ക്കകത്താണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് 2 മുട്ട എടുത്തിട്ടുള്ളത്. 2 മുട്ട നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സൂപ്പിനകത്തോട്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാവേ. മുട്ട ഒഴിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് തന്നെ വേണം ഒഴിക്കാനായിട്ട്. അങ്ങനെ നല്ലോണം നമ്മുടെ മുട്ടയൊക്കെ ഒഴിച്ച് നമ്മുടെ സൂപ്പ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള ഉപ്പ് അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ്. ഓരോരുത്തർക്ക് ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം, ചിലർക്ക് മുന്നിട്ട് കുറച്ചൊന്ന് പുറകോട്ട് നിന്നാൽ മതി. അപ്പോൾ അത് ആ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് അടച്ച് ഒന്ന് വെക്കാവേ. മല്ലിയിലയും കൂടി ഇട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാവേ. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. അയ്യോ, ആ മണം മതി നമ്മുടെ വയറ് നിറയാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സൂപ്പിന്. നമുക്ക് എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിലും സൂപ്പൊക്കെ നമുക്കൊന്ന് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണല്ലോ ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. നല്ല പനിയൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ ഈ ഒരു സൂപ്പ് കുടിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ സൂപ്പ് കിട്ടിയിട്ടുള്ളത്. അങ്ങ് ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കുമല്ല. ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഒരു പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇതേപോലെ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ ബൈ ബൈ, സീ യു.